സമവാക്യങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വളരെ രസകരമായ ചില ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ വിഷയത്തിന്മേൽ സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും ചേർന്ന് ഡൽഹിയിൽ സംഘടിപ്പിച്ച സമരത്തിന് സമാനമായ രീതിയിൽ അതിൻ്റെ തുടർച്ച എന്ന വണ്ണമാണ് ഇന്ന് തലസ്ഥാനത്ത് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. അതിൽ ഇടതുമുന്നണിയിലെ മൂന്നാമനായ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ചെയർമാൻ ഇല്ല. ആ സമയത്ത് അദ്ദേഹം കുടുംബസമേതം പുറത്താണ്. ശ്രേയംസ് കുമാർ അവിടെ എത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ നിന്ന് എഡിറ്റോറിയലൊക്കെ ഉണ്ട്, പക്ഷേ ശ്രേയംസ് കുമാർ അവിടെയില്ല. അപ്പോൾ സ്വാഭാവികമായി സംശയമുണ്ടാവും, ഇതൊരു മുന്നണി മാറ്റത്തിൻ്റെ സൂചനയാണോ? മുന്നണി മാറാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളുള്ള ഒരു സമയം. ഭരിക്കുന്ന മുന്നണി തദ്ദേശത്തിൽ വാഷ് ഔട്ടായി എന്ന് പലരും കരുതുന്നു. പല ജില്ലകളിലും അത് സത്യവുമാണ്, പല ജില്ലകളിൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള എല്ലാ സ്കോപ്പുമുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് ആകുമ്പോൾ കുറച്ചുകൂടി ഗൗരവമായി കാണും. കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അതാണ്. കേരള കോൺഗ്രസ് കെ എം മാണി ഇതിനു മുമ്പ് LDFിൻ്റെ ഭാഗമായിരുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ, അതായത് 1980 ഇ കെ നായനാർ സർക്കാരിൻ്റെ കാലത്താണ്. അവിടെ നിന്ന് 2 വർഷം കഴിയുമ്പോൾ ആൻ്റണി കോൺഗ്രസും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മും ഒറ്റയടിക്ക് തിരിച്ചു UDFിലേക്ക് വരുന്നു. സർക്കാർ താഴെ പോകുന്നു. അതാണ് ആദ്യത്തെ. ഒരു കാര്യവുമില്ല. സർക്കാരുമായിട്ടുള്ള സത്യത്തിൽ ആൻ്റണി കോൺഗ്രസിനും അതുപോലെ തന്നെ CPI എമ്മിനും തമ്മിൽ തർക്കമുണ്ടായിരുന്നെങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അത് ഒറ്റയടിക്ക് താഴോട്ട് പോകുന്നു. അതാണ് ഒന്നാമത്തെ ചരിത്രം. അത് കഴിഞ്ഞ് ജോസഫ് ഗ്രൂപ്പ് പിന്നെ LDFിൻ്റെ ഭാഗമാകുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. ആ ജോസഫ് ഗ്രൂപ്പ് 2010 തദ്ദേശത്തിന് തൊട്ട് മുമ്പ് LDFിനെ വിട്ട് UDFിൽ പോകുന്നതും ഇതുപോലെ അപ്രതീക്ഷിതമായ ഒരു ദിവസമാണ്. എനിക്ക് നല്ല ഓർമ്മയാണ്, തദ്ദേശത്തിന് തൊട്ട് മുമ്പാണെന്നാണ് ആ സമയത്തെ പ്രഖ്യാപനം. എന്താ കാരണം? അത് ഇങ്ങനെ മറ്റൊരു വർഷം വന്നിട്ട് പെട്ടെന്നൊരു ദിവസം ജോസഫ് ഗ്രൂപ്പ് മുന്നണി മാറുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് വീണ്ടും 2020 ആകുമ്പോൾ കെ എം മാണി മരിച്ച ശേഷം പാർട്ടിക്കകത്ത് ജോസഫ് വിഭാഗവും മാണി വിഭാഗവും അവശേഷിക്കുന്ന മാണി വിഭാഗവും തമ്മിലുള്ള വലിയ തർക്കം. ആ തർക്കത്തിൻ്റെ അവസാനം സത്യത്തിൽ മാണി ഗ്രൂപ്പ് LDFിലേക്ക് ചേരുകയായിരുന്നില്ല, അവരെ UDFിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. അത് കോട്ടയത്തെ ജില്ലാ കമ്മിറ്റി സ്ഥാനം ആർക്ക് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഒരു ടേം കഴിയുമ്പോൾ മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞു. അത് മാറാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞതോടുകൂടി ജോസഫ് വിഭാഗം പണങ്ങുന്നു. ആ തർക്കം അങ്ങനെ നിൽക്കുന്നു. അവസാനം UDF ഒരു തീരുമാനമെടുക്കുന്നു, മാണി ഗ്രൂപ്പിനെ തള്ളാനും ജോസഫിനെ കൂടെ കൂട്ടാനും. അങ്ങനെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിൻ്റെ ഇറങ്ങി LDFിൻ്റെ ഭാഗമാകുന്നത്. ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് അങ്ങനെ വളരെ വലിയ കാരണമൊന്നും ഇല്ലാതെ LDFിൽ നിന്ന് UDFിലേക്കും UDFിൽ നിന്ന് LDFിലേക്കും പോയ ഒരു ചരിത്രം കേരള കോൺഗ്രസുകൾക്കുണ്ട്. 17 18 പിളർപ്പുകളൊക്കെ ആയ സ്ഥിതിക്ക് ഇനി വേണമെങ്കിൽ ഒന്ന് പിളർന്നിട്ട് വരാനുമുള്ള സാഹചര്യത്തിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ എന്ത് കാരണം പറയും? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾ എന്ത് പറയും? ഇപ്പോൾ വന്യജീവി പ്രശ്നമായാലും അതുപോലെ തന്നെ പട്ടയത്തിൻ്റെ പ്രശ്നമായാലും ആ കാര്യങ്ങളൊക്കെ കേരള കോൺഗ്രസ് പറഞ്ഞ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഒരു അനുകൂലമായ നിലപാട് എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല സീറ്റുകളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ കാര്യത്തിൽ ഇതിലൊക്കെ 10 ചോദിച്ചാൽ 11, 11 ചോദിച്ചാൽ 12 ആ രീതിയിലാണ് കേരള കോൺഗ്രസ് എമ്മിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു കാരണം എങ്ങനെയുണ്ടാകും? കാരണം എന്താ നോക്കൂ, JB കോശി റിപ്പോർട്ടിനെ കുറിച്ച് ഞങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണെന്ന് സർക്കാർ പറയുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ പിന്നിൽ നിൽക്കുന്ന കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ഒരു കാരണവും വന്നു. നിങ്ങൾ വെറുതെ ഡയലോഗ് അടിച്ചാൽ പോരാ, നിങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമായി ഇതുവരെ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറയണം. കാരണം നമ്പർ 1 കാരണം കിട്ടിയേ. അപ്പോൾ നോക്കൂ, അണിയറയിൽ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വരികയാണ്. അതുപോലെ തന്നെ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്ക് എന്തായിരുന്നു പ്രശ്നം എന്ന് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇന്ന് വർഗീസ് ജോർജ് സാർ വന്ന് ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഒന്ന് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ ആക്രമിക്കുന്നത് വളരെ വലിയ ഒരു രാഷ്ട്രീയ മണ്ഡലമാണ്. ഇത് മാത്രമല്ല അദ്ദേഹം LDFിനകത്ത് നടന്ന ചർച്ചയുടെ വിശദാംശങ്ങളും ഇന്ന് പുറത്തു പറഞ്ഞു. എന്നിട്ട് മുന്നണി ഇങ്ങനെ പോയാൽ പോരാ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വളരെ ചെറിയ മിനിസ്കൂളായ ഒരു സംവിധാനത്തെ പുലഭ്യം പറഞ്ഞ് നിങ്ങൾ BJPയെ സഹായിക്കുകയാണെന്ന് പരസ്യമായി പറഞ്ഞു. ഏതാ? LDFിൻ്റെ ഒരു പാർട്ടിയിൽ LDFിൻ്റെ മുന്നണി യോഗത്തിൽ പോകുന്ന നേതാവാണെന്ന് പറഞ്ഞത്. അപ്പോൾ 2 കൂട്ടരും കാരണങ്ങൾ ഏതാണ്ട് അണിയറയിൽ ഒരുക്കുകയും പരസ്യമായി പറഞ്ഞു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇവർ പോകുമെന്നോ പോകില്ല എന്നോ അല്ല. പക്ഷേ സാഹചര്യങ്ങൾ 2 പേരും ഒരുക്കിക്കൊണ്ട് വരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. രണ്ടാമത്തേത് ജോസ് കെ മാണി ഇന്നത്തെ LDF സർക്കാരിൻ്റെയും LDF മുന്നണിയുടെയും സമരത്തിൽ പങ്കെടുത്തില്ല എന്നത് മാത്രമല്ല, കഴിഞ്ഞ 2 LDF യോഗങ്ങളിൽ അദ്ദേഹം വരുന്നില്ല. ഇന്ന് അദ്ദേഹം വരാത്തതിന് കാരണമായി പറയുന്നത് അദ്ദേഹം ഗൾഫിലാണെന്നാണ്. ഗൾഫ് അങ്ങ് അമേരിക്കയൊന്നുമല്ല, 1.5 മണിക്കൂറിൻ്റെ ഇവിടെ എത്താം. ജോസ് കെ മാണി കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ഗൾഫിലേക്ക് പോയത്. 3 ദിവസം മുമ്പ് VD സതീശനും പോയല്ലോ ഇതേ സ്ഥലത്ത്. അദ്ദേഹം വന്നു. അദ്ദേഹം ഇന്ന് ഈ സർക്കാരിനെതിരെ പറയാനുണ്ടായിരുന്നു. അപ്പോൾ 2 പേർക്ക് ഗൾഫിൽ പോകാം. ഒരാൾ ഇവിടെ വന്ന് സർക്കാരിനെതിരെ പറഞ്ഞു. ജോസ് കെ മാണി ഇപ്പോഴും ഗൾഫിലാണ്. അതുകൊണ്ട് അതൊരു കാരണമായി കരുതുന്നില്ല. പക്ഷേ ഷോ ഡൗൺ വരാൻ പോകുന്നത് അടുത്ത മാസം നടക്കാൻ പോകുന്ന മേഖലാ ജാഥകളാണ് LDFിൻ്റെ. അതിലൊരു ജാഥയെ നയിക്കേണ്ടത്
ജോസ് കെ മാണിയാണ്. അവിടെ എന്ത് ചെയ്യും? അപ്പോൾ വളരെ പ്ലാൻ ചെയ്ത് അദ്ദേഹം പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഒരു പക്ഷേ ഇതിന് ടൈം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി ഒരു കാര്യവും കൂടി, ഇതിനൊക്കെ പിന്നിലുള്ള എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ തോൽവിയുടെ ഒരു പേടിയുണ്ട്. കേരള കോൺഗ്രസ് ചെറിയ പാർട്ടികൾക്കെല്ലാം അങ്ങനെ മുന്നണി മാറുന്നതിന് അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതോടൊപ്പം കത്തോലിക്ക സഭ വളരെ സീരിയസ് ആയി ഈ കാര്യത്തിൽ UDF കൂടെ കൂടണമെന്ന നിർദ്ദേശം വെച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് UDF പ്രതിപക്ഷ നേതാവ് VD സതീശന് വളരെ സ്മൂത്തായി സിനഡ് നടക്കുന്ന കത്തോലിക്ക സഭയുടെ സിനഡ് നടക്കുന്ന സ്ഥലത്ത് കടന്നു ചെല്ലാനും സംസാരിക്കാനും അത് വാർത്തയാക്കാനും, അവർ തന്നെ വാർത്തയാക്കിയത്, രണ്ട് കൂട്ടരും കൺഫേം ചെയ്തു ആ വാർത്ത വരികയാണ്. അപ്പോൾ കളമൊരുങ്ങുകയാണ്. കത്തോലിക്ക സഭയുടെ ഒരു നിർബന്ധമോ ഒരു താല്പര്യമോ ഉണ്ട്, തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട്, പിന്നെ കാരണമാണ്. ആ കാരണത്തിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നടന്നുകൊള്ളണമെന്നില്ല, പക്ഷേ സാഹചര്യങ്ങൾ ഒരുക്കി വെക്കുന്നു. അനുകൂലമായ ഒരു തള്ളുകൂടി കിട്ടിയാൽ വേണമെങ്കിൽ ഇത് രണ്ടും ഇപ്പുറത്തേക്ക് വരാം. റൈറ്റ്. Meet the editors.